ഡൽഹിയിൽ ചലോ സൻസദ് മാർച്ചിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ കൂടിക്കാഴ്ച നടത്തി. സമരങ്ങൾ ശക്തമായതിനു ശേഷം സർക്കാരും പ്രതിഷേധക്കാരും തമ്മിൽ നടക്കുന്ന ആദ്യ ഔദ്യോഗിക ചർച്ചയാണിത്. പരീക്ഷാ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ആയിരക്കണക്കിന് CJP പ്രവർത്തകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. തലസ്ഥാനത്ത് കനത്ത പോലീസ് സന്നാഹവും ബാരിക്കേഡുകളും ലാത്തിചാർജും അറസ്റ്റും നടന്നിരുന്നു. സർക്കാർ ചർച്ചയ്ക്കായി വിളിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് രാങ്ക എന്നിവർ ജെ.പി. നദ്ദയുടെ വസതിയിലെത്തി. തങ്ങൾ പാർട്ടിക്ക് വേണ്ടി രേഖാമൂലമുള്ള നിവേദനം നൽകിയെന്നും BJP നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം മറുപടി നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ 2 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് മന്ത്രിയുമായി വെറും 10 മിനിറ്റ് മാത്രം സംസാരിക്കാൻ സാധിച്ചതെന്ന് സൗരവ് ദാസ് എക്സിൽ കുറിച്ചു. പ്രധാന ആവശ്യങ്ങളായ സോനം വാങ്ചുക്കിന്റെ അടിയന്തര മോചനം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം എന്നിവയിൽ BJP നേതൃത്വവുമായി ചർച്ച ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടതായി അശുതോഷ് രാങ്ക വ്യക്തമാക്കി. കൂടിക്കാഴ്ചയെക്കുറിച്ച് സർക്കാർ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെയാണ് ചർച്ചയ്ക്കുള്ള ആവശ്യമുണ്ടായതെന്ന് ജെ.പി. നദ്ദ അറിയിച്ചു. രാവിലെ 11:50 മുതൽ തങ്ങളുടെ ചർച്ചകൾ തുടരുകയാണ്. സൗഹൃദപരമായ അന്തരീക്ഷത്തിലായിരുന്നു കൂടിക്കാഴ്ച. അവരുടെ പ്രതിനിധി സംഘവുമായി വിശദമായ പ്രാഥമിക ചർച്ച നടത്തി. വൈകുന്നേരം 4 മണിയോടെ അവർ എനിക്കൊരു രേഖാമൂലമുള്ള നിവേദനം സമർപ്പിച്ചു. എല്ലാ പ്രതിഷേധക്കാരും അവരുടെ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കാൻ ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുവെന്നും ചർച്ചകൾക്ക് ശേഷം നദ്ദ എക്സിലൂടെ അറിയിച്ചു. ഞങ്ങൾ ജെ.പി. നദ്ദയെ 2 തവണ കണ്ടു. കൂടിക്കാഴ്ചയ്ക്കിടെ ഞങ്ങൾ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒന്നാമതായി സോനം വാങ്ചുക്കിനെ ഉടൻ മോചിപ്പിക്കണം. രണ്ടാമതായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയോ സ്വമേധയെ രാജിവെക്കുകയോ ചെയ്യണം. അദ്ദേഹത്തിന്റെ രാജി ഉറപ്പാക്കുന്നതുവരെ സമരം തുടരും. മൂന്നാമതായി നീറ്റ് ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. 20-ലധികം മരണം സംഭവിച്ചു. ഈ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും സൗരവ് ദാസ് പ്രതികരിച്ചു. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ തന്റെ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. 21 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളാൽ ജൂലൈ 18 മുതൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ദീപ്കെ സമരം നിർത്തിയത്. തന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ചലോ സൻസദ് മാർച്ചിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വാങ്ചുക്ക് ആശുപത്രി അധികൃതർക്ക് കത്ത് നൽകി. തനിക്ക് സുഖമാണെന്നും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതേസമയം പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്ക് നേരെ ജന്തർ മന്ദറിൽ വൻ ലാത്തിചാർജാണ് ഇന്നുണ്ടായത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും ഡൽഹിയിൽ സമരത്തിലെത്തിയ മലയാളി മോഡലും അവതാരകയുമായ രഞ്ജിനി ഹരിദാസും പ്രതികരണവുമായി രംഗത്തെത്തി. താൻ കണ്ട കാര്യങ്ങൾ വിവരിച്ചാണ് രഞ്ജിനി രംഗത്തെത്തിയത്. CJP സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് ഭരിക്കുന്ന പാർട്ടിയുടെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും നാട്ടിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്ന അവസ്ഥയാണെന്നും രഞ്ജിനി പറയുന്നു. ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് സമരത്തെ അടിച്ചൊതുക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും രഞ്ജിനി പറഞ്ഞു. ലോറിയിൽ കല്ലുകൾ കൊണ്ടുവന്ന് എറിഞ്ഞത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സാണ്. എന്നിട്ടാണ് ആ കാരണം പറഞ്ഞ് സമരം ചെയ്ത പാവം കുട്ടികളെ പോലീസ് ക്രൂരമായി അടിച്ചൊതുക്കിയത്. ഇതെന്ത് വെള്ളരിക്ക പട്ടണമാണോ എന്നും രഞ്ജിനി ചോദിച്ചു. സമാധാനപരമായി സമരം ചെയ്യാൻ, സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും അവകാശമുണ്ട്. എന്നാൽ പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും കസ്റ്റഡിയിലെടുത്ത് ഭക്ഷണവും വെള്ളവും നൽകാതെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന രീതി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ പറഞ്ഞു.